ഒരു വാക്യം നമുക്ക് വായിക്കാം. Let's read a verse. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സ് 13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Luke 11:13. If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give the Holy Spirit to those who ask him? യാചിക്കുന്നവർക്ക് എത്ര അധികം അവൻ കൊടുക്കും. To those who ask, he will give surely whatever he asks. യാചിക്കുന്നവർക്ക് അവൻ കുറച്ചു കൊടുക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം, ആ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണം, ആ പ്രതാപത്തിനൊത്തവണ്ണം, ആ ബലത്തിനൊത്തവണ്ണം ആമേൻ ദൈവം ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവമാണ്. To those who ask, it is not written that he will give less, but it says he will give more to those who ask. According to his glory and according to his riches and strength, he will give to those who ask. You ask God. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. You must ask God. അത് നിങ്ങൾ ചോദിക്കുന്നത് തന്ന് നിങ്ങളെ വിടുന്നവനല്ല, അധികമായി ചിലത് തന്ന് അവൻ നിങ്ങളെ വിടാൻ പോകുകയാണ്. He is not somebody who will just give you what you ask, but he will give you more than what you ask and send you back. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് നാം ചോദിക്കുന്നതിനേക്കാൾ, നാം നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം നമുക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. That is why the word of God says that he will give us more than we can ask, think or imagine. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തില് കർത്താവ് ചിലത് തരാൻ പോകുന്നത്. God is going to give you certain things at a level which you could not even imagine. ഞാൻ എൻ്റെ മകൻ ഒരു കാര്യം കൊടുത്താൽ, If I give my son, എൻ്റെ മനസ്സിന് തൃപ്തിയാകുന്ന നിലയിലേ ഞാൻ കൊടുക്കുകയുള്ളൂ. if I give my son a gift, I will give it to the level that I will be very satisfied in my heart. എൻ്റെ മനസ്സിൽ തൃപ്തിയോടെ കൊടുക്കുമ്പോൾ അവർക്കത് തൃപ്തിയാകും. When I give it according to the satisfaction and desire of my heart, he will also be satisfied. ആമേൻ. Amen. നിങ്ങളുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ വർഷിപ്പ് ചെയ്യണം, പ്രൈസ് ചെയ്യണം, ആരാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ചിലത് റിലീസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. It is our greatest duty to please God and honor God. Whatever you give God, praise, honor, worship, give it at a way that it pleases God, and that will release many blessings in your life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ചോദിക്കുന്നതിനെക്കാട്ടിലും തരുന്ന ദൈവം. The God who gives us more than we can ask. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ചിലത് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ, നിങ്ങളുടെ കഴിവോ, നിങ്ങളുടെ സമൃദ്ധിയോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ഹിസ്റ്ററിയോ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ടോ ഇതൊന്നും നോക്കത്തില്ല. അവനോട് ചോദിക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാനുള്ള ബലം തന്ന്, ശക്തി തന്ന് അവന്റെ മേൽ നടത്തുന്ന ദൈവമാണ്. When you ask God something, he's not going to look at your qualifications, your wealth or your abilities, but when you ask him, he will give you the grace and the ability to handle everything that he gives you. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, When we study the holy word of God, കർത്താവ് കഴിവുള്ളവരെ നോക്കിയല്ല എടുത്തത്, കുറവുള്ളവരെ നോക്കി പരിഹരിച്ച് അവരുടെ കയ്യിൽ അവൻ ചിലത്
കൊടുക്കുകയായിരുന്നു. We see that God did not choose the qualified and the able and the strong, but he chose the weak and he gave them certain things and he enabled them to use that as well. ഹല്ലേലൂയ. Hallelujah. മനുഷ്യർ നിങ്ങളെ നോക്കുമ്പോൾ When people look at you, നിങ്ങൾക്ക് ഒരുപാട് കുറവുകൾ കാണും. you may have a lot of lack in life. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. You may have a lot of problems in life. ആമേൻ. പലരും നിങ്ങളെ പല വിധത്തിൽ മുദ്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. Many people may have labeled you in many different ways. എന്നാൽ കർത്താവ് മനുഷ്യൻ നോക്കുന്നതുമായി ബന്ധപ്പെട്ടൊന്നും നോക്കത്തില്ല. കർത്താവ് നോക്കുന്നത് ആമേൻ കർത്താവിന്റെ ഹൃദയപ്രകാരം അവൻ നമ്മെ നോക്കുന്നു. However, God does not look at you the way people look at you. He looks at you according to his grace working in you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവൻ ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Today he is looking at each one of us. അവന്റെ കണ്ണും നിങ്ങളുടെ മേൽ പതിക്കുന്നു. His eyes are, he's setting it upon അവൻ you. നിങ്ങളെ തള്ളുന്ന ദൈവമല്ല. He is not a God who forsakes you. ആമേൻ. Who is he? അവൻ ആരാണ്? Who is this God? അവൻ അത്ഭുത മന്ത്രിയാണ്. He is the miracle working അവൻ God. വീരനാം ദൈവമാണ്. Almighty അവൻ God. നിത്യ പിതാവാണ്. He is the eternal അവൻ Father. സമാധാന പ്രഭുവാണ്. He is the Prince of അവൻ Peace. രാജാതി രാജാവാണ്. King of അവൻ Kings. വെണ്മയും ചുവപ്പുമുള്ളവൻ. അവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. He is the beautiful one and the greatest among 10,000. കർത്താവ് നോക്കുന്നത് Today what the Lord is seeing and looking is, നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളതല്ല. He's not looking whether you have a good certificate with you. ആഗ്രഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ If you have the certificate of desire and hunger, അവൻ നിങ്ങൾക്ക് അത് നൽകി തരും. He will give you what you need. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Do you have the desire? ദൈവകൃപ വേണമെന്ന് ആഗ്രഹമുണ്ടോ? Do you have the desire to have the grace of ആത്മാക്കളെ God? വേണമെന്ന് ആഗ്രഹമുണ്ടോ? Do you want to receive നിങ്ങളുടെ something spiritually? ശുശ്രൂഷയുടെ ലെവൽ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? Do you desire that your level of ഈ ministry should ആഗ്രഹത്തെ increase? സ്വർഗം മാനിക്കാൻ പോകുന്നു. Heaven is going to honor that desire. ആഗ്രഹത്തെ ദൈവം മാനിക്കാൻ പോകുന്നു. God is going to honor that desire. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ചോദിക്കുക. Ask. You ask God. Ask God. നീ ദൈവത്തോട് ചോദിക്ക്. Yes, you must ask God. അവൻ നിനക്കത് നൽകി തരും. He will give that to you.